അങ്ങനെയുള്ള പ്രവർത്തകർ, അങ്ങനെയുള്ള സംഘാടകർ ഹുമുൽ ആമിനൂന മിൻ അദാബില്ലാഹ്, അവർ അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഞാൻ ചോദിക്കട്ടെ, പരിശുദ്ധമായ 30 ദിവസം നീണ്ടു നിൽക്കുന്ന മതപ്രഭാഷണം, 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ്, ഒരുപാട് വളണ്ടിയർമാരുണ്ട്, ഒരുപാട് ഉത്തരവാദപ്പെട്ട ആളുകളുണ്ട്. എന്റെ ഒരു നിസ്കാരം പോലും ജമാഅത്തിന് ഇഷ്ടപ്പെടാതെ ഞാനത് നിർവഹിച്ചു എന്ന് പറയാനുള്ള എത്ര ആളുകൾ ഇവിടെയുണ്ട്? അങ്ങനെ പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? ഒരു മാസം ഞാൻ വളണ്ടിയറായി പ്രവർത്തിച്ചു, എൻ്റെ ഒരു നിസ്കാരവും ജമാഅത്ത് പോട്ടെ കളായിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര ആളുകളുണ്ട്? സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. നിസ്കാരം ഒഴിവാക്കിയിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് പ്രസക്തിയില്ല. മഹാനായ വലിയുല്ലാഹി ടിപ്പു സുൽത്താനെ പരിചയമില്ലാത്ത ആളുകളില്ല അല്ലെ? മൈസൂരിലെ സിംഹം എന്നറിയപ്പെടുന്ന, മൈസൂരിലെ പുലി എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താൻ, മക്കളില്ലാത്ത ആളുകൾ കേൾക്കണേ, ഇവിടെ വന്ന് സിയാറത്ത് ചെയ്യുന്നതിനെ പരിഹസിക്കുന്ന ചില വാട്സപ്പ് ശേഖന്മാരുണ്ട് അല്ലേ? ഞങ്ങളുടെ വാട്സപ്പിലൊക്കെ അതിന്റെ വീഡിയോകൾ കാണാം, അതിന്റെ ഓഡിയോകൾ കേൾക്കാം. വിഡ്ഢികളായ ചില ആളുകൾ, വിവരദോഷികളായ ചില ആളുകളുണ്ട്. ഞാൻ പറയട്ടെ, ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ വലിയാണ് അദ്ദേഹം. ഹൈദർ അലി ഖാനും ഫഖറുന്നിസയ്ക്കും മക്കളില്ലാതെ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിട്ട് ടിപ്പു മസ്താൻ എന്ന് പറയുന്ന ദർഗയിലേക്ക് നിരന്തരമായി അവിടെ ചെന്നിട്ട് ഫഖറുന്നിസ എന്ന് പറയുന്ന ഹൈദർ അലി ഖാന്റെ ഭാര്യയ്ക്ക് എപ്പോഴും മക്ബറയിൽ തന്നെ ഇരുന്നിട്ട് ദുആ ചെയ്യലായിരുന്നു പണി. നിരന്തരമായി മക്ബറയിൽ വന്ന് ദുആ ചെയ്തിട്ട് അല്ലാഹു ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യം നൽകി. ആ കുഞ്ഞിക്കാലാണ്, ആ കുഞ്ഞുമോനാണ് ടിപ്പു സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ മസ്താന്റെ ദർഗയിൽ ചെന്നിട്ട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ച് ലഭിച്ച കുഞ്ഞായത് കാരണം ഞാൻ പറയുന്നത്, ഇത് ഇന്ന് തുടങ്ങിയതല്ല. മക്കാമിൽ പോയി ദുആ ചെയ്യുന്നത് കാഴ്ചശക്തി കിട്ടാൻ, കേൾവി ശക്തി ലഭിക്കാൻ, മക്കളെ ലഭിക്കാനൊക്കെ മക്ബറയിൽ പോയി, മസാറിൽ പോയി, ഔലിയാക്കളുടെ മഹാന്മാരുടെ സമീപത്തേക്ക് പോയി ദുആ ചെയ്യാൻ തുടങ്ങിയത് 2000-ലല്ല, 2018-ലല്ല, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താന്റെ മാതാവ് നിരന്തരമായി മസ്താൻ ദർഗയിൽ ദുആ ചെയ്തിട്ട് അല്ലാഹു ഒരു കുഞ്ഞിനെ നൽകുകയുണ്ടായി. ഏത് മഹാനുഭാവന്റെ സമീപത്ത് വെച്ചാണോ ദുആ ചെയ്തത്, അത് കാരണത്താൽ കുഞ്ഞ് ലഭിച്ചത് കാരണം ആ മഹാനുഭാവന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് ഉമ്മ നേർച്ചയാക്കി. ആ മഹാന്റെ പേര് ഞാൻ എന്റെ മകന് നൽകുമെന്ന് നേർച്ചയാക്കി. ആ പേരാണ് പ്രസവിച്ചപ്പോൾ ടിപ്പു സുൽത്താൻ എന്ന പേര് നൽകിയത്. ടിപ്പു സുൽത്താൻ ടിപ്പു മസ്താൻ എന്ന് പറയുന്ന മക്ബറയിൽ പോയി ദുആ ചെയ്തതിന്റെ ഫലമായി കുഞ്ഞ് ലഭിച്ചത് കാരണത്താലാണ് ടിപ്പു സുൽത്താൻ എന്ന പേര് മഹാനായ ടിപ്പു സുൽത്താൻ നൽകിയത്. മഹാൻ എന്ന് പറയുന്നത് വെറുതെയല്ല, അള്ളാഹുവിന്റെ വലിയാണ് അദ്ദേഹം. നമ്മൾ പഠിച്ചിട്ടില്ല RSSകാരന്റെ വർഗീയവാദികളുടെ പരിശുദ്ധമായ പരിശുദ്ധമായ മഹാഭാരതത്തിന്റെ സംസ്കാരങ്ങൾക്ക് കളങ്കമേൽപ്പിച്ചുകൊണ്ട് പഴയകാല പ്രതാപങ്ങളെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് വർഗീയ വാദങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ടിപ്പു വർഗീയവാദിയാണ്, അവർക്ക് ടിപ്പു തീവ്രവാദിയാണ്. പക്ഷേ ഞാൻ പറയട്ടെ, ടിപ്പുവിന്റെ ചരിത്രം യാഥാർത്ഥ്യമായി അത് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ചില ബ്രിട്ടീഷുകാരായ എഴുത്തുകാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ടിപ്പു സുൽത്താനെ ഇകഴ്ത്തി എഴുതേണ്ടത്, ടിപ്പു സുൽത്താനെതിരെ കരിവാരിത്തേക്കേണ്ടത് അവരുടെ അധികാരത്തിന്റെ ആവശ്യമായതുകൊണ്ട് ഒരുപാട് ഇല്ലാത്ത നുണപ്രചരണങ്ങൾ, നുണക്കഥകൾ എഴുതി വെച്ചിട്ട് അതേപോലെ കോപ്പിയടിച്ചിട്ട് നമ്മുടെ ഭാരതത്തിലെ ചില ആളുകൾ മഹാനായ ടിപ്പു സുൽത്താനെ തീവ്രവാദിയാക്കാനും വർഗീയവാദിയാക്കാനും ശ്രമിക്കുമ്പോ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, വാട്സപ്പിൽ കളിച്ച് സമയം കൊല്ലുമ്പോ, ഫേസ്ബുക്കിൽ കളിച്ച് സമയം കൊല്ലുമ്പോ, വെറുതെ അനാവശ്യമായി നടന്നിട്ട് അലഞ്ഞു തിരിഞ്ഞിട്ട് സമയം കൊല്ലുമ്പോ നമ്മുടെ മഹാന്മാരായ പൂർവസൂരികളായ ഒരുപാട് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഊണും ഉറക്കുമില്ലാതെ പ്രവർത്തിച്ച മഹാനാണ്. അധികാരം കയ്യിൽ കിട്ടിയത് മുതൽ രാവിലെ സുബഹിക്ക് 5 മണിക്ക് മുമ്പേ എണീറ്റിട്ട് 12 മണി വരെ രാജ്യത്തിന് വേണ്ടി ഉറക്കൊഴിച്ച മഹാനാണ് ടിപ്പു സുൽത്താൻ. അറിയണം, നമ്മൾ അദ്ദേഹത്തെ അറിയണം. ഒരുപാട് രാജ്യങ്ങളുടെ നേതാവായിരുന്നു, രാജാവായിരുന്നു ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്രയും രാജ്യങ്ങൾ തന്റെ കീഴിലുണ്ടായിട്ട്, ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ തന്റെ കീഴിലുണ്ടായിട്ട് അദ്ദേഹം ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി. ശ്രീരംഗപട്ടണത്തിൽ ഒരു പള്ളി. അതിലേക്ക് വലിയ വലിയ ഔലിയാക്കന്മാരെയും വലിയ വലിയ ഉലമാക്കളെയും ഉമറാക്കളെയും എല്ലാവരെയും ക്ഷണിച്ച് ഉദ്ഘാടനം ചെയ്യാൻ
ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എല്ലാ ആളുകളെയും ക്ഷണിച്ചു. പള്ളിയുടെ ഉദ്ഘാടനമാണ്. ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ല. ഉലമാക്കളും ഉമറാക്കളും എല്ലാവരും ഒരുമിച്ചുകൂടി. എന്നിട്ട് മഹാനായ ടിപ്പു സുൽത്താൻ ചോദിക്കുകയാണ്, പ്രായപൂർത്തി എത്തിയത് മുതൽ കേൾക്കണം, ഇത് കേൾക്കുമ്പോൾ കണ്ണുതള്ളിപ്പോകും, ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. പ്രായപൂർത്തി എത്തിയത് മുതൽ, ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രായപൂർത്തി എത്തിയത് മുതൽ, അഥവാ ഒരു പുരുഷന്റെ 15 വയസ്സ് മുതൽ ഒരു പെണ്ണിന്റെ 12 വയസ്സ് മുതൽ ജമാഅത്ത് നഷ്ടപ്പെടാതെ നിസ്കാരം ഖളാ ആവാത്തതല്ല. ഒരു ജമാഅത്തും ഇന്നേ വരെ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് ഈ പള്ളിയുടെ ഉദ്ഘാടനം നടത്താമെന്ന് പറഞ്ഞപ്പോ അവിടെയുള്ള ആലിമീങ്ങൾ എണീറ്റില്ല, അവിടെയുള്ള ഉമറാക്കൾ എണീറ്റില്ല. ഒരാളെയും കാണാതിരുന്നപ്പോ മഹാനായ ടിപ്പു സുൽത്താൻ എണീറ്റുകൊണ്ട് പറഞ്ഞു, എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഇന്നേ വരെ ഒരു ജമാഅത്ത് പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് നിസ്കാരം കളായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പ്രായപൂർത്തി എത്തിയത് മുതൽ നിസ്കാരം കളായിട്ടില്ല. എന്ത് നിസ്കാരം? മീറ്റിംഗ് ആണ്, തിരക്ക് പിടിച്ച മീറ്റിംഗ്. നിസ്കാരം കളായി. പൊന്നു സഹോദരങ്ങളെ, ആ മീറ്റിംഗ് നഷ്ടമാണ്. നിസ്കാരം കളാക്കിയിട്ടുള്ള മീറ്റിങ്ങുകൾ. വാല് തന്നെ പേടിയാണ്. രാത്രി 1 മണി വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന വാല്. ഇനി നിങ്ങൾ മിക്കവാറും പല ആളുകൾ വീട്ടിലെത്തുമ്പോൾ 2 മണി 3 മണി കടന്നുറങ്ങി. സുബഹി നഷ്ടപ്പെട്ടു. കഷ്ടമാണ്, പേടിയാണ് ആ വിഷയങ്ങളൊക്കെ. അല്ലാഹു നിസ്കാരമൊന്നും നഷ്ടപ്പെടാതെ മരണം വരെ നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ ഒരു ജമാഅത്തും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മഹാനായ ടിപ്പു സുൽത്താൻ പള്ളി ഉദ്ഘാടനം ചെയ്ത ചരിത്രമാണിത്. ആരാണ് ടിപ്പു സുൽത്താൻ? നമ്മളെവിടെ നമ്മൾക്ക് കിട്ടിയ ഉത്തരവാദിത്തം പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്, അല്ലേ? ഒരു സംഘടനയുടെ സെക്രട്ടറിയാണ്, ഒരു പാർട്ടിയുടെ ലീഡറാണ്, ഒരു പള്ളിയുടെ സെക്രട്ടറിയാണ്, ഒരു സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇതിന്റെ പേരിൽ നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവർ എത്രയോ രാജ്യങ്ങൾ ഭരിച്ചിരുന്ന, നമ്മുടെ രാജ്യത്തിന്റെ എത്രയോ സ്ഥലങ്ങൾ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരോട് പടപൊരുതാതെ ഒരു ദിവസം പോലും അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. എന്നിട്ട് പോലും ഒരു ജമാഅത്ത് നഷ്ടപ്പെടാതെ മഹാനായ ടിപ്പു സുൽത്താൻ നിസ്കരിച്ചുവെങ്കിൽ മാതൃകയാക്കേണ്ടത് ടിപ്പു സുൽത്താനെയാണ്, ചെഗുവേരയല്ല. ചെറുപ്പക്കാർക്ക് ഇന്ന് റോൾ മോഡൽ ചെഗുവേരയാണ്. ആരാണ് ചെഗുവേര? എന്താണ് ദീനിന് നൽകിയത്? എന്ത് സംസ്കാരമാണ് പഠിപ്പിച്ചത്? നാടിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി എന്താണ് നൽകിയത്? ചില ചെറുപ്പക്കാരുണ്ട്, വിവരമില്ലാത്ത തോന്നിവാസങ്ങളുടെ ആഭാസങ്ങൾ ചെയ്തു കൂട്ടിയ ചെഗുവേരയെ പോലെയുള്ള ചില ആളുകൾ റോൾ മോഡലായി കാണുമ്പോ പരിശുദ്ധമായ ദീനിന്റെ സംസ്കാരത്തിന്റെ പടവാളുയർത്തിയ മഹാന്മാരായ ടിപ്പു സുൽത്താനെ പോലെയുള്ള റോൾ മോഡലുകൾ മറന്നുപോകുന്നവർ മഹാനായ ശംസുൽ ഉലമയുടെ സമീപത്തേക്ക് കടന്നു വന്നിട്ട്, മൈസൂരിൽ എനിക്കൊരു എക്സാം ഉണ്ട്, ഒരു പരീക്ഷയുണ്ട്, ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോ ശംസുൽ ഉലമ, ആരാണ് ശംസുൽ ഉലമ? ശംസുൽ ഉലമയ്ക്ക് ശേഷം അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരു പണ്ഡിതൻ ഇവിടെ കടന്നു വന്നിട്ടില്ല. ഉണ്ടോ? ശംസുൽ ഉലമയുടെ വഫാത്തിന്റെ ശേഷം അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ഒരു ആലിം ഇവിടെ കടന്നു വന്നിട്ടില്ല. ആ ശംസുൽ ഉലമ പറഞ്ഞത്, മൈസൂരിലാണ് എക്സാം എങ്കിൽ അവിടെ മൂപ്പരെടുത്ത് പോയി ദുആ ചെയ്തോളൂ. ആരാണ് മൂപ്പർ? മഹാനായ ടിപ്പു സുൽത്താന്റെ മക്ബറയുണ്ട്, അവര് വലിയാണ്, അവിടെ പോയി ദുആ ചെയ്തോളൂ എന്ന് ശംസുൽ ഉലമ പറയണമെങ്കിൽ സിറിന്റെ രഹസ്യങ്ങളുടെ കലവറ തുറന്നു തന്ന, ഒരുപാട് രഹസ്യങ്ങൾ അറിഞ്ഞിരുന്ന മഹാനായ ശംസുൽ ഉലമ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ നമ്മൾ കണ്ടതുപോലെയല്ല. അദ്ദേഹം വലിയാണ്. അദ്ദേഹത്തെ വലിയാക്കാൻ തന്നെയാണ് ഉപ്പയുടെയും ഉമ്മയുടെയും ആഗ്രഹം. പക്ഷേ രാജാവാക്കാൻ തീരുമാനിച്ച അനുജൻ മരിച്ചപ്പോഴാണ് 12ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ സൂഫി മേഖലയിൽ നിന്ന് അധികാരത്തിന്റെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നത്. പഠിക്കണം ചെറുപ്പക്കാരാ. ടിപ്പു സുൽത്താനെ പോലെയുള്ള, ഔറംഗസീബിനെ പോലെയുള്ള, ആരാണ് ഔറംഗസീബ് എന്ന് പറയുന്നത്? പരിശുദ്ധമായ ഇന്ത്യ കണ്ട സൂഫി വര്യനായ ഭരണാധികാരിയാണ്. വസ്ത്രം തുന്നിച്ചേർത്തതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ച ആളാണ്. കീറിപ്പറിഞ്ഞ കുപ്പായങ്ങൾ ധരിച്ച രാജാവാണ് അദ്ദേഹം. മഹാനായ ഔറംഗസീബ് യുദ്ധത്തിന് പോയി ബൽഖ് എന്ന് പറയുന്ന സ്ഥലത്ത് ഉസ്ബക്കുകളുമായി യുദ്ധത്തിന് പോയപ്പോ
യുദ്ധത്തിന് പോയപ്പോ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഉച്ചയുടെ ളുഹർ ബാങ്ക് വിളിക്കുന്നത്. ഉച്ചയുടെ ളുഹർ ബാങ്ക് വിളിക്കുമ്പോ ഔറംഗസീബ് പട്ടാളക്കാരനാണ്, യുദ്ധത്തിന്റെ പടക്കളത്തിലാണ്, രണാങ്കണത്തിലാണുള്ളത്. ആ രണാങ്കണത്തിൽ വെച്ചിട്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ വേണ്ടി ആളുകളോട് കൽപ്പന പുറപ്പെടുവിച്ചപ്പോ പട്ടാളക്കാർ ചോദിച്ചു, വേണോ അമീറേ ഇത് നമ്മൾ ആത്മഹത്യപരമല്ലേ? ശത്രുക്കൾ 4 ഭാഗം വളഞ്ഞു നിൽക്കുമ്പോ നിസ്കരിക്കുക എന്ന് പറയുന്നത് അപകടമല്ലേ? അദ്ദേഹം കേൾക്കാതെ ജമാഅത്തായി ളുഹർ നിസ്കരിച്ചപ്പോ തൊട്ടപ്പുറത്തുള്ള ഉസ്ബക്കുകാരായ ആളുകൾ ഈ നിസ്കാരം കൊണ്ട് പേടിക്കുകയും, ഇത്രത്തോളം അള്ളാഹുവിനെ പേടിയുള്ള ഒരാളോട് യുദ്ധം ചെയ്യുന്നത് തന്നെ അപകടമാണെന്ന് പറഞ്ഞ് വാള് വെച്ചു, ആയുധം വെച്ചു. മഹാനായ ഔറംഗസീബിന്റെ മുമ്പിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. തന്റെ പിതാവ് ഷാജഹാൻ താജ്മഹൽ നിർമ്മിച്ചപ്പോ യമുനയുടെ മറുഭാഗത്ത് മറ്റൊരു താജ്മഹൽ, അതിന് തത്തുല്യമായി ദ്വാരമൊന്നും കൂടി നിർമ്മിക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ട് ആ പണി പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചു പോകുന്നത്. അപ്പോഴാണ് ഔറംഗസീബ് പറഞ്ഞത്, ഉപ്പ ചെയ്തതാണെങ്കിലും ശരി തെറ്റ് തന്നെയാണ്. ജനങ്ങളുടെ ഖജനാവിൽ നിന്ന്, ജനങ്ങളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു ശവകുടീരം നിർമ്മിക്കുന്നത് നല്ലതല്ല. പൊളിച്ചു മാറ്റാൻ പറഞ്ഞു ആ പാലവും രണ്ടാമത്തെ താജ്മഹലും. ഇങ്ങനെയുള്ള മഹാന്മാരാണ് നമ്മുടെ റോൾ മോഡൽ. ചെഗുവേരയല്ല. എന്താ പഠിക്കാത്തത് എന്റെ ചെറുപ്പക്കാരൻ? പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തണം നമ്മൾ. ഇങ്ങനെയുള്ള മഹാന്മാരാണ്. ആരാണ്? സലാഹുദ്ദീൻ അയ്യൂബി. ഇങ്ങനെയുള്ള നേതാക്കന്മാർ ഇനി ഇവിടേക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം ഹബീബിന് തത്തുല്യമായ ഒരാൾ കടന്നു വന്നിട്ടില്ല. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ശേഷം സിദ്ദീഖ് തങ്ങളുടെ പകരക്കാരൻ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ഉമർ തങ്ങൾക്ക് പകരക്കാരൻ വന്നിട്ടില്ല. ഉസ്മാൻ തങ്ങൾക്ക് ശേഷം ഉസ്മാൻ തങ്ങളെ പകരം വെക്കാൻ പറ്റുന്ന ഒരാൾ വന്നിട്ടില്ല. അലി തങ്ങൾക്ക് ശേഷം വന്നിട്ടില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് ശേഷം വന്നിട്ടില്ല. പറഞ്ഞു വന്നത് സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെയുള്ള ഒരാൾ ഇന്നുണ്ടാകുമെന്നല്ല. സിദ്ദീഖ് തങ്ങളുടെ പ്രജകളല്ല ഇന്നത്തെ പ്രജകൾ. ഹബീബിന്റെ പ്രജകളല്ല ഇന്നത്തെ പ്രജകൾ. ഓരോ കാലത്തിന് അനുയോജ്യരായ നേതാക്കന്മാരാണ് അള്ളാഹു ഏൽപ്പിക്കുന്നത്. ചില ആളുകൾ പറയുന്നുണ്ട്, ചില രാഷ്ട്രീയ നേതാക്കൾ മുൻപ് കഴിഞ്ഞു പോയ ഇന്നാലിന്ന ബാഫയ്ക്ക് തങ്ങൾ പോലെ അല്ലല്ലോ ഇന്നത്തെ നേതാക്കള്. പൊന്നാര മുഅ്മിനീങ്ങളെ, അന്നത്തെ ആളുകളെ പോലെയല്ല ഇന്നത്തെ അണികളും. അത് മനസ്സിലാക്കണം. ബാഫയ്ക്ക് തങ്ങളെ പോലെയല്ലല്ലോ ഇന്നത്തെ നേതാക്കൾ. അത് പറയണ്ട. ബാഫയ്ക്ക് തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന അണികളല്ല ഇന്നത്തെ അണികൾ. അണികൾ മാറി, നേതാക്കളും മാറി. അതങ്ങനെയാണ്. ഇനി ബാഫയ്ക്ക് തങ്ങൾക്ക് പകരം വെക്കുന്ന ഒരാൾ വരാനില്ല. അതുകൊണ്ട് പകരക്കാർ വരൂല്ല. പറഞ്ഞല്ലോ, ഗസാലി ഇമാം 1000 വർഷം മുമ്പ് മരിച്ചുപോയ മഹാനാണ്. അദ്ദേഹത്തിന്റെ പകരക്കാരൻ 1000 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ അവരുടെ ജീവിതത്തിന്റെ മാതൃകകൾ നമ്മൾ പഠിച്ച് ഒരുപാട് കാര്യങ്ങൾ സ്വായത്തമാക്കി അവരെ പോലെ ആവാൻ നമ്മൾ അധ്വാനിക്കേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സലാഹുദ്ദീൻ അയ്യൂബി എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, യുദ്ധത്തിന്റെ സമയത്തൊക്കെ എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ രാത്രി മുഴുവനും നിസ്കരിച്ചുകൊണ്ട് കരഞ്ഞ് സുബഹി വരെ ഉറക്കൊഴിക്കുമായിരുന്നു. ക്രൈസ്തവരുടെ കയ്യിൽ നിന്ന് ഖുദ്സ് കീഴടക്കിയ മഹാനാണ് സലാഹുദ്ദീൻ അയ്യൂബി. വലിയ സൂഫി വര്യനാണ്, വലിയ മഹാനാണ്. അധികാരം കയ്യിലുണ്ടായിട്ടും അവരുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല. അധികാരം കയ്യിലുണ്ടായിട്ടും അവർക്ക് ദീനീ ചിട്ടയിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ശ്രദ്ധിക്കണം എന്റെ സഹോദരങ്ങളെ. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്, നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മഹാന്മാരായ സലാഹുദ്ദീൻ അയ്യൂബിയെ പോലെ, ടിപ്പു സുൽത്താനെ പോലെയുള്ള, ഔറംഗസീബിനെ പോലെയുള്ള വളരെ പ്രഗത്ഭരായ ആളുകളെയാണ്, അവരുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കേണ്ടത്. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നതും അത് തന്നെയാണ്. ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഗൗസുൽ ആലമിനെ അറിയാത്ത ആളുകളുണ്ടോ? മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയത്തോടാ ചോവർ. കേട്ടിട്ടില്ലേ? പോയി മുഅ്മിനീങ്ങൾ. പണ്ടൊക്കെ വീടുകളിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഓതാറുണ്ടായിരുന്നു. എല്ലാം ശിർക്കുമായി ബിദ്അത്തായി. ഇപ്പം എല്ലാവർക്കും സിനിമയും സീരിയലും മതി. അപ്പൊ ശിർക്കുമില്ല, ബിദ്അത്തുമില്ല.
മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയത്തോടാ ചോവാർ. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭകം എന്നോവാർ. കോയോട് മുള്ളോട് കൂകന്ന് ചെന്നാരെ കൂഷാതെ കൂകി പാറപ്പിച്ച് വിട്ടോവാർ. മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് 1-ാമത്തെ വയസ്സിൽ ഫത്വ നൽകിയ മഹാനാൻ. 1-ാമത്തെ ദിവസം ഫത്വ നൽകി, 1-ാമത്തെ വയസ്സിൽ ഫത്വ നൽകി. എന്ത് ഫത്വ? മുഹയ്യദ്ദീൻ ശൈഖ് ജനിച്ചപ്പോ എല്ലാവരും പ്രസവിച്ച കുഞ്ഞിനെ പാല് നൽകാൻ വേണ്ടി മാറോട് ചേർത്ത് പിടിക്കുമ്പോ മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് പാല് കുടിക്കുന്നില്ല. മുലയിൽ നിന്ന് തന്റെ ചുണ്ടിനെ തട്ടിമാറ്റുകയാണ്. ഉമ്മയ്ക്ക് വേദനയായി. വീട്ടിലുള്ള മറ്റുള്ള ആളുകളെ വിളിച്ചു കുടിക്കുന്നില്ല, അയൽവാസികളെ വിളിച്ചോ കുടിക്കുന്നില്ല, കുടുംബക്കാരെ വിളിച്ചോ കുടിക്കുന്നില്ല, നാട്ടുകാരെ വിളിച്ചോ കുടിക്കുന്നില്ല. എല്ലാവരും വിഷമത്തിലാണ്. അന്ന് രാത്രി നോമ്പ് തുറന്ന ഉടനെ, നോമ്പിന്റെ കാലമാണ്. നോമ്പ് തുറന്ന ഉടനെ മുഹയ്യദ്ദീൻ ശൈഖിനെ മാറോട് ചേർത്ത് ഉമ്മ പാല് നൽകിയപ്പോ ആവേശത്തോടെ കുടിച്ചു. പ്രസവിച്ച ദിവസം തന്നെ നോമ്പ് നോറ്റ മഹാനാണ് മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി. 30 ദിവസം നോമ്പ് നോറ്റു. ആദ്യത്തെ 30 ദിവസം നോമ്പ് നോറ്റു. പിന്നെ അടുത്ത വർഷമായി നോമ്പിന്റെ സമയമായപ്പോ നിലാവ് നോക്കാൻ വേണ്ടി, ചന്ദ്രനെ കാണാൻ വേണ്ടി ആളുകളൊക്കെ പുറത്തിറങ്ങി. അനസ് റളിയല്ലാഹു അൻഹു വാർദ്ധക്യകാലത്ത് എല്ലാവരും സുന്നത്താണ്. റമളാൻ 1 ചന്ദ്രനെ കാണൽ സുന്നത്താണ്. അത് ഉണ്ടോ ഇല്ലെന്ന്, കണ്ടാലും കണ്ടില്ലേലും ഏതെങ്കിലും ഉയരത്തിൽ പോയി കാണൽ സുന്നത്താണ്. അങ്ങനെ അനസ് റളിയല്ലാഹു അൻഹു പോയി. ആർക്കും കണ്ടില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് മാത്രം ചന്ദ്രനെ കണ്ടു. ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും പോയിട്ട് നോക്കി. എവിടെ? ഞങ്ങൾ കാണുന്നില്ലല്ലോ. നിങ്ങൾ ഈ വാർദ്ധക്യകാലത്ത് നിങ്ങൾ എങ്ങനെ കാണുന്നത്? അല്ലല്ല, ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ഒരാൾ പോയിട്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ പിരികം ഇങ്ങനെ വടിച്ചു കൊടുത്തു. ഇനി കാണുന്നുണ്ടോ? കാണുന്നില്ല. സംഭവം, ഒരു പിരികം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ തള്ളി നിന്നപ്പോ അത് അദ്ദേഹം ചന്ദ്രകലയായി കണ്ടുപോയതാണ്. ആ വാർദ്ധക്യകാലത്ത് വരെ പുറത്തിറങ്ങി ചന്ദ്രനെ നോക്കി സുന്നത്താണ്. അങ്ങനെ ആളുകളൊക്കെ ഇറങ്ങി ചന്ദ്രനെ കാണുന്നില്ല. മേഘാവൃതമായ രാത്രി. ഇനിയിപ്പോ ചന്ദ്രനെ കാണുന്നില്ല, നോമ്പാണോ അല്ലേ എന്ന് എങ്ങനെ ഇപ്പൊ മനസ്സിലാവുക? അപ്പോഴാണ് ചില ആളുകൾ പറഞ്ഞത്, നാളെ രാവിലെ മുഹയ്യദ്ദീൻ എന്ന് പറയുന്ന കുഞ്ഞ് പാല് കുടിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കാം. സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മ പാല് കൊടുത്തു, കുടിക്കുന്നില്ല. റമളാൻ 1 തീരുമാനിച്ചു. അതാണ് പറഞ്ഞത്, മുതലായ റമളാനിൽ 30 നാളിലും മുല കൂടിക്കും കാലം മുലയത്തോടാ ചോവാർ. ആരാണ്? മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുകയാണ്, മാ വസൽതു ഇലല്ലാഹി തആല ബിഖിയാമി ലൈലിൻ. രാത്രി മുഴുവനും നിന്ന് നിസ്കരിച്ചത് കൊണ്ടല്ല എനിക്ക് ഈ സ്ഥാനം ലഭിച്ചത്. വലാ സിയാമി നഹാരിൻ. പകൽ മുഴുവനും നോമ്പെടുത്തത് കൊണ്ടുമല്ല എനിക്ക് ഈ സ്ഥാനം ലഭിച്ചത്. വലാകിൻ വസൽതു ഇലല്ലാഹ്. അല്ലാഹു എനിക്ക് ഈ സ്ഥാനം തരാനുള്ള കാരണം ബിൽ കറമി വത്തബാലുഇ വസലാമത്തി സ്വദരി. എന്റെ സ്വഭാവം കൊണ്ട്, എന്റെ ഔദാര്യം കൊണ്ട്, എന്റെ മാന്യത കൊണ്ട്, എന്റെ വിനയം കൊണ്ട്, എന്റെ സംശുദ്ധമായ മനസ്സുകൊണ്ടാണ് എനിക്ക് ഈ ഉന്നതമായ സ്ഥാനങ്ങൾ അല്ലാഹു നൽകിയത്. 24 മണിക്കൂറും പള്ളിയകത്ത് നിന്നതുകൊണ്ടല്ല, 24 മണിക്കൂറും നിസ്കരിച്ചത് കൊണ്ടല്ല, നല്ല സ്വഭാവം കൊണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് സുത്യർഹമായ സേവനം കാഴ്ചവെച്ചതുകൊണ്ടുമാണ് അല്ലാഹു എനിക്ക് ഉത്തമമായ സ്ഥാനം നൽകിയത് എന്ന് മഹാനായ മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിന്റെ കൂടെ പൊതുപ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങണം ചെറുപ്പക്കാരാ. അത് ചില ആളുകൾ ചെയ്തോട്ടെ, മാറി നിൽക്കണ്ട. സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ അത് പ്രവർത്തിക്കാൻ ഇവിടെ ചില ആളുകളുണ്ടല്ലോ എന്ന് പറഞ്ഞ് വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കണ്ട. പ്രവർത്തിക്കേണ്ട സമയമാണ്. ദീനിന് വേണ്ടി അധ്വാനിക്കേണ്ട സമയമാണ്. യുവത്വം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നിനും സമയം കിട്ടൂല. അല്ലാഹു നൽകിയ യൗവന സമയത്ത്, അല്ലാഹു നൽകിയ യുവത്വ സമയത്ത് അല്ലാഹുവിന്റെ ദീനിന്, നാടിന്, സമുദായത്തിന് എന്തൊക്കെ നേട്ടമാണോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ചെയ്യണം ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഉറക്കിൽ നിന്നുണരണേ, സടകുടഞ്ഞെഴുന്നേൽക്കണേ, സമുദായത്തിലേക്ക് ഇറങ്ങണേ, സമൂഹത്തിലേക്ക് ഇറങ്ങണേ, നാട്ടിലേക്ക് ഇറങ്ങണേ. നമ്മൾക്ക് നമ്മളുടെ സൗകര്യം വെച്ച്, നമ്മുടെ സാഹചര്യം വെച്ച് ചെയ്യാൻ പറ്റുന്നതൊക്കെ സഹായങ്ങളായി, സഹകരണങ്ങളായി, പ്രവർത്തനങ്ങളായി ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഞാൻ സ്വർഗ്ഗത്തിലൊരാളെ കാണാനിടയായി. എന്തേ അയാൾ സ്വർഗ്ഗത്തിലേക്ക് പോയത്? ജനങ്ങൾക്ക് വഴി തടസ്സം ചെയ്യുന്ന ഒരു മരമുണ്ടായതിന്റെ പേരിൽ ആ മരത്തെ വെട്ടിമാറ്റിയത് കാരണം അല്ലാഹു ഒരാൾക്ക് സ്വർഗ്ഗം നൽകുന്നത് ഞാൻ കാണാനിടയായി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ജനങ്ങൾക്ക് റോഡ് നൽകാൻ പോലും മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായി, ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞാലും ഒരു വണ്ടിക്ക് പോവാനുള്ള റോഡ് നൽകാത്ത ആളുകളുണ്ട്. അവരാണിത് കേൾക്കേണ്ടത്. എനിക്കറിയാം ഒരു നാടിന്റെ കഥ. റോഡ് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. വാതിന് പോയാൽ 10 മിനിറ്റ് സഞ്ചരിക്കേണ്ട സ്ഥലത്ത് 1 മണിക്കൂർ വരെ എടുക്കുന്ന ഒരു സ്ഥലമാണ്. നാട്ടുകാരെല്ലാം ഒരുമിച്ചുകൂടി എല്ലാവരും സമ്മതം നൽകി മനോഹരമായ റോഡുണ്ടാക്കി. റോഡ് പകുതിയിലേക്ക് എത്തിയപ്പോ 2 വീട്ടുകാർ, ഒരാളപ്പുറത്ത് ഒരാളിപ്പുറത്ത്, 2 വീട്ടുകാർ സ്ഥലം കൊടുക്കുന്നില്ല. ഞങ്ങളുടെ ബൗണ്ടറി പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല, ഞങ്ങളുടെ ഈ കെട്ടുമതിന് ചുറ്റുമതിൽ പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കൂല എന്ന് പറഞ്ഞ തടസ്സം നിന്നത് കാരണം ഇന്നും ആ പണി അവിടെ ബാക്കിയാണ്. 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയാൽ 5 മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലത്തേക്ക് അരമണിക്കൂറോളം യാത്ര ചെയ്യേണ്ട അവസ്ഥ. ആളുകളുടെ പ്രാക്കൽ കേൾക്കൂലേ, ആളുകളുടെ ശാപം കേൾക്കൂലേ? നിസ്കരിച്ചിട്ടെന്താ, നോമ്പ് നോക്കിയിട്ടെന്താ? ഒരുപാട് നന്മകൾ അല്ലാഹു സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഞാൻ സ്വർഗ്ഗത്തിൽ ഒരാളെ കാണാനിടയായി. അയാൾ സ്വർഗ്ഗത്തിലെത്താനുള്ള കാരണം എന്തെന്നറിയുമോ? അയാൾ സ്വർഗ്ഗത്തിലെത്താനുള്ള കാരണം ജനങ്ങൾക്ക് വഴി തടസ്സം നിർമ്മിക്കുന്ന, ജനങ്ങൾക്ക് വഴി തടസ്സം നൽകുന്ന ഒരു മരം മാറ്റിയത് മൂലം അല്ലാഹു സ്വർഗ്ഗം നൽകി എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഏതാ ദീൻ? മരം വെട്ടുന്നതിനെ ദീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. മരം വെട്ടുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയ മതാണിത്. ഇന്ന് ഖിയാമത്ത് നാളാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, ഇന്ന് ലോകാവസാനമാണ് എന്ന് നിങ്ങൾ അറിഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി നിങ്ങൾക്ക് നട്ടു വളർത്താൻ സാധിക്കുമെങ്കിൽ ഖിയാമത്ത് നാൾ വന്ന് നിങ്ങൾ മരിക്കുന്നതിന് മുമ്പേ ആ ചെടി നട്ടു വളർത്തണമെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. മനസ്സിലായില്ല? നിങ്ങൾ ചെടിയും കയ്യിൽ പിടിച്ച് നിൽക്കുമ്പോഴാണ് ചാനലൊക്കെ വാർത്ത വന്നത്, ഇന്ന് ലോകാവസാനം, അമേരിക്കയും ചൈനയും പാകിസ്ഥാനൊക്കെ തകർന്നു ഇന്ത്യയിലെത്തി, ഇതാ കർണാടക കേരളത്തിലേക്ക് കാസർഗോഡ് എത്താനായി. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചെടിയുണ്ട്, നിങ്ങൾ പുറത്താണ്. പെണ്ണുങ്ങൾ ഓടി വന്നു, പൊന്നാര പുതിയാപ്പിള ഇന്ന് ലോകാവസാനമാണ്. ആണോ? എന്നാൽ നിങ്ങൾക്ക് കയ്യിലുള്ള ചെടി ഒരു കുഴി കുഴിച്ചവിടെ നട്ട് വെള്ളമൊഴിച്ചു, അപ്പോഴേക്കും ലോകാവസാനം സംഭവിച്ചു എന്നറിഞ്ഞാലും ആ കീഴിലുള്ള ചെടി നട്ടിട്ടേ നിങ്ങൾ ലോകാവസാനത്തെ നേരിടാൻ പാടുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. മരം വെട്ടരുത് എന്ന് പഠിപ്പിച്ച മതാണ്, മരം വളർത്താൻ പഠിപ്പിച്ച മതാണ്. പക്ഷേ മനുഷ്യനെ ദ്രോഹിക്കുന്ന മരമാണെങ്കിൽ അത് വെട്ടാം. അത് വെട്ടിയാൽ അത് കാരണം അല്ലാഹു സ്വർഗം നൽകും. ഇതാണ് ജനങ്ങൾക്ക് സന്തോഷിപ്പിക്കുക, ജനങ്ങളെ, മുസ്ലിമീങ്ങളെ സന്തോഷിപ്പിക്കുക, അയൽവാസികളെ സന്തോഷിപ്പിക്കുക, നാട്ടുകാരെ സന്തോഷിപ്പിക്കുക, ജനങ്ങൾക്ക് എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും അത് ചെയ്യുക. അത് ചെയ്യുമ്പോഴാണ് ഉത്തരവാദിത്തമുള്ള മുഅ്മിനീങ്ങളായി നമ്മൾ മാറുന്നത്. അവസാനമായി ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ പോവുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, എല്ലാ രാഷ്ട്രീയ നേതാക്കളും പൊതുപ്രവർത്തകരും പഠിക്കേണ്ട, പാഠം ഉൾക്കൊള്ളേണ്ട വലിയൊരു ജീവിതം, വലിയൊരു പാഠം ഈ മഹാനുഭാവനിലുണ്ട്. പൊതുപ്രവർത്തകരൊക്കെ പഠിക്കേണ്ട ഒരു പ്രത്യേകമായ ഒരു വിഷയമാക്കി പഠിക്കേണ്ട ഒരു മേഖലയാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ ആലിമീങ്ങൾ പറയുന്നുണ്ട്, ആകെ 2.5 വർഷം അദ്ദേഹം ഭരണത്തിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ 25 നൂറ്റാണ്ടിന്റെ പാഠം അദ്ദേഹം ലോകത്തിന് നൽകിയിട്ടാണ് ഇവിടെ പറഞ്ഞത് എന്ന് മഹാന്മാരായ ആലിമീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് ഭാര്യയോട് പറയാണ്, ഞാൻ ത്യാഗത്തിന്റെ, സുഹുദിന്റെ മേഖലയിലേക്ക് ഞാൻ കടക്കുകയാണ്. പഴയതുപോലെ സുഖിക്കാനും ആനന്ദിക്കാനും ഞാനില്ല. നിനക്ക് വേണമെങ്കിൽ നിന്നെ ഞാൻ ത്വലാഖ് ചൊല്ലിത്തരാം. നീ എന്ത് വേണം? നീ വലിയ രാജാവിന്റെ മകളാണ്, നിന്റെ ഉപ്പ രാജാവാണ്, നിന്റെ ആങ്ങളമാർ ഭരണാധികാരികളാണ്, 4 ആങ്ങളമാരും ഭരണാധികാരി,
ഉപ്പരാജാവ് ഇങ്ങനെ വലിയ പ്രൗഢമായ രാജകീയ പ്രൗഢിയോടെ വളർന്ന നിനക്ക് ഇനി എന്റെ കൂടെ ജീവിക്കാൻ പ്രയാസമായിരിക്കും, അതുകൊണ്ട് ഞാൻ നിന്നെ തൊലാക്ക് ചൊല്ലിച്ചരാം. നീ എന്ത് ചെയ്തോ? വലിയ മുതലാളിമാരെ കല്യാണം കഴിച്ച് സുഖത്തോടെ ജീവിച്ചോ. ഞാൻ ഇനി സുഹുദിന്റെ ത്യാഗത്തിന്റെ പരിത്യാഗത്തിന്റെ മേഖലയിലേക്ക് നീങ്ങുകയാണ്. എന്താ നിന്റെ ആഗ്രഹമെന്ന് ചോദിച്ചപ്പോ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ആഖിറമാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാനും തെരഞ്ഞെടുക്കുന്നത് ആഖിറമാണ്, എനിക്കും ആഖിറം മതി. അധികാരം കയ്യിൽ കിട്ടിയപ്പോഴാണ് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു സമ്പാദ്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് സുഫിവര്യനായി കരയാൻ തുടങ്ങിയത്. ഭാര്യയോട് ആദ്യമായി പറഞ്ഞത്, ഭാര്യയെ വിളിച്ചിട്ട്, ഫാത്തിമ, നിന്റെ കഴുത്തിലുള്ള മാലയുണ്ടല്ലോ, നിന്റെ കഴുത്തിലുള്ള മാലയുണ്ടല്ലോ, അത് നിനക്ക് നിന്റെ പിതാവ് തന്നതല്ലേ, രാജാവായ ഭരണാധികാരിയായ നിന്റെ പിതാവ് തന്നതല്ലേ, അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ട മുതലിൽ നിന്ന് എടുത്തതാണ്, നിന്റെ ഉപ്പയുടെ സമ്പാദ്യത്തിൽ നിന്നല്ല. ഉപ്പ രാജാവായിരിക്കെ പ്രജകളുടെ സമ്പാദ്യങ്ങളിൽ നിന്ന് അടിച്ചുമാറ്റി കോടിക്കണക്കിന് രൂപ വരുന്ന വലിയ ഒരു മാല നിനക്ക് നൽകി, അതൊരിക്കലും നിനക്ക് അവകാശപ്പെട്ടതല്ല, അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഞാൻ ആദ്യമായി കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് വില വരുന്ന നിന്റെ മാലയെ, നിന്റെ ആഭരണത്തെ ഖജനാവിലേക്ക് പൊതുമുതലിലേക്ക് ഏൽപ്പിക്കാൻ പോവുകയാണ്. പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു കാലം കടന്നു വന്നാൽ ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അഴിമതി 400 കോടിയുടേതല്ല, 4000 കോടിയുടെ അഴിമതി. അഴിമതിയുടെ കഥകളൊക്കെ നമ്മൾ കേട്ടില്ലേ? എത്രയെത്ര വലിയ അഴിമതികളാണ്. രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളുടെ പ്രതിനിധി എന്ന് പറഞ്ഞിട്ട്, നേരത്തെ പറഞ്ഞില്ല, ഉമർ തങ്ങൾ ജനങ്ങളുടെ പ്രതിനിധിയായപ്പോ 2 വർഷം ഉറങ്ങിയിട്ടില്ല. നമ്മുടെ പ്രതിനിധികൾ നിയമസഭയിൽ പോയിട്ട് കൂർക്കം വലിക്കുക അല്ലേ? കണ്ടിട്ടില്ലേ? നിയമസഭയിൽ പോയി കൂർക്കം വലിക്കുന്ന പ്രതിനിധികളെ കണ്ടിട്ടില്ലേ? അപ്പോ അധികാരം പൊതുമുതൽ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ, അഴിമതി ജംഗമ സ്വത്തുക്കളെ അന്യായമായി ഉപയോഗിക്കുന്ന ഒരു കാലം വന്നാൽ, ജനങ്ങൾക്ക് അവകാശപ്പെടേണ്ടത് സ്വായത്തമാക്കുന്ന ഒരു കാലം വന്നാൽ, ശക്തമായ തീക്കാറ്റുകളെ പ്രതീക്ഷിക്കണേ. ഭൂകമ്പങ്ങളെ, ഭൂമി ജീവനോട് വിഴുങ്ങിക്കളയുന്ന ശിക്ഷ, ആകാശലോകങ്ങളിൽ നിന്ന് ചരൽ കല്ലുകൾ എറിഞ്ഞു കൊല്ലുന്ന ശിക്ഷ, കോലം തന്നെ മാറ്റുന്ന ശിക്ഷ, ഈ ശിക്ഷകളൊക്കെ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പൊതുമുതൽ അന്യായമായി ഉപയോഗപ്പെടുത്തുന്ന കാലം വന്നാൽ, ജംഗമ സ്വത്തുക്കൾ ജനങ്ങൾക്ക് അവകാശപ്പെടേണ്ടത് രാഷ്ട്രീയ നേതാക്കൾ പോക്കറ്റടിക്കുന്ന ഒരു കാലം കടന്നു വന്നാൽ, മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയോട് പറയാണ്, ഞാനിതാ നിന്റെ ഈ കോടിക്കണക്കിന് വിലമതിക്കുന്ന ഈ സ്വർണ്ണാഭരണത്തെ, രത്നം നിറഞ്ഞ ഈ ആഭരണത്തെ പൊതുമുതലിലേക്ക്, ബൈത്തുൽമാലിലേക്ക് നൽകാൻ പോവുകയാണ്. എന്താ നിന്റെ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. ആ കോടിക്കണക്കിന് രൂപ വില വരുന്ന കല്യാണത്തിന് സമ്മാനമായി ഉപ്പതെന്ന ആ ഒരു ആദ്യത്തെ ആ ഒരു മാല, ആഭരണം പൊതുമുതലിൽ കൊണ്ടുപോയി വെച്ചു. ഞങ്ങളുടെ ഭാര്യമാരാണെങ്കിൽ എന്താ പറയാ? സൂഫിയൊക്കെ ശരി തന്നെ, പൊന്നു തൊട്ടിട്ട് കളിക്കണ്ട, സ്വർണം തൊട്ടിട്ട് കളിക്കണ്ട. പെണ്ണുങ്ങൾക്ക് പിന്നെ എങ്ങനെയാണല്ലോ, സ്വർണം എന്ന് പറഞ്ഞാൽ 100 പവനുണ്ടെങ്കിൽ 200 പവനുണ്ടെങ്കിലും ഞാനൊരു മോതിരം തരട്ടെ എന്നാ തന്നോളൂ. 200 പവനോടെ തൂങ്ങുന്നുണ്ട്, എന്നാലും ഒരു മോതിരം കിട്ടിയാൽ ഒരു കുഴപ്പമില്ല. അത് 1 ഗ്രാം ആയാലും ശരി, 1 പവൻ വേണമെന്നില്ല. എത്ര കിട്ടിയാലും തൃപ്തി, ഇത് എന്താ ഒരു സംതൃപ്തി വരാത്ത പെണ്ണുങ്ങൾ. കോടിക്കണക്കിന് വിലമതിക്കുന്ന ആഭരണം പൊന്നാര ഭർത്താവങ്ങൾ കൊണ്ടുപോയി കൊടുത്തു. 2.5 വർഷത്തിന്റെ ജീവിതം കഴിഞ്ഞ് ഭാര്യക്കോ മക്കൾക്കോ അല്പം പോലും ബാക്കി വെക്കാതെ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് ഇവിടെ പറയാണ്. അപ്പോഴാണ് ചില ആളുകൾ അദ്ദേഹത്തോട് ചോദിച്ചത്, മക്കൾക്ക് വേണ്ടി വല്ലതും ബാക്കി വെക്കണ്ടേ? നിങ്ങൾ വസിയ്യത്ത് ചെയ്താൽ ഞങ്ങൾ ബൈത്തുൽ മാലിൽ നിന്ന് മക്കൾക്ക് വേണ്ടി നൽകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ധീരമായൊരു പ്രഖ്യാപനം മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത്. അധികാരത്തിന്റെ സോപാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ, ഉന്നതമായ സാമ്രാജ്യങ്ങൾ, ബിസിനസ് സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തുന്ന ആളുകളോട് പറയാനുള്ളത്, മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുമ്പോൾ ഈ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രസ്താവന ഓർക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹ്
വല്ലാഹു യതവല്ലസ്സാലിഹീൻ. സാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? സാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ? എന്റെ മക്കൾ സാലിഹീങ്ങളാണെങ്കിൽ അവർക്ക് എന്തിനാണ് ഞാൻ ഇവിടെ ക്യാഷ് ബാക്കി വെക്കുന്നത്? അവർക്ക് എന്തിനാണ് ഞാൻ ഇവിടെ സമ്പാദ്യങ്ങൾ ബാക്കി വെക്കുന്നത്? സാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു അവരെ ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത്? ഇനി അവർ തെമ്മാടികളാണെങ്കിൽ, ഇനി അവർ തോന്നിവാസികളും താന്തോന്നികളുമാണെങ്കിൽ എന്തിനാണ് എന്റെ സമ്പാദ്യം തിന്നിട്ട് അത് കാരണം ഖബറിൽ ഞാൻ ശിക്ഷ അനുഭവിക്കുന്നത്? മനസ്സിലായില്ല? മക്കൾ ഒന്നുകിൽ സ്വാലിഹാണ് അല്ലെങ്കിൽ തെമ്മാടിയാണ്, ഫാസിദാണ്. രണ്ടിൽ ഒന്ന്. സ്വാലിഹാണ് അല്ലെങ്കിൽ ഫാസിദ്. തെമ്മാടിയാണ്, നല്ല ആളാണ്. നല്ല ആളാണെങ്കിൽ അവരെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് വാക്ക് നൽകിയിരിക്കുകയാണ്. ഇനി തെമ്മാടിയാണെങ്കിൽ നല്ല ആളുകൾ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് റബ്ബ് പറയുമ്പോ പിന്നെ ഞാൻ എന്തിനാണ് അവർക്ക് ഇവിടെ ബാക്കി വെക്കുന്നത്? പടച്ചോൻ ഏറ്റെടുക്കൂലേ? അല്ലാഹു ഏറ്റെടുക്കൂലേ? അതുകൊണ്ട് ഞാൻ ഒന്നും ബാക്കി വെക്കുന്നില്ല. സ്വാലിഹീങ്ങളാണെങ്കിൽ അല്ലാഹു ഏറ്റെടുത്തോളും. തെമ്മാടികളാണെങ്കിലോ ഞാൻ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് തിന്ന് കള്ളു കുടിച്ച് വ്യഭിചരിച്ച് തോന്നിവാസം ചെയ്യുമ്പോൾ ഖബറിൽ കിടക്കുമ്പോൾ ഒരു സെക്കൻഡ് എനിക്ക് സ്വസ്ഥത കിട്ടുമോ? നമ്മൾ മക്കൾക്ക് വേണ്ടി കോടിക്കണക്കിന് സ്വത്ത് ഇവിടെ ബാക്കി വെച്ചിട്ട് മക്കളെ തൊട്ട് കള്ളു കുടിക്കുക, പലിശ തിന്ന, വ്യഭിചരിക്കുക, ഹറാമിലേക്ക് വലിച്ചെറിയാൻ നമ്മൾ ഖബറിൽ കിടക്കുമ്പോൾ ദൈനംദിനം അതിന്റെ ശിക്ഷ നമ്മൾ ഖബറിൽ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ സ്വാലിഹാക്ക, അല്ലെങ്കിൽ തെമ്മാടികളാണെങ്കിൽ 5 പൈസ പോലും ബാക്കിയാക്കാതെ മരിച്ചു പോവുക. അതേ നമ്മളുടെ മുമ്പിലുള്ള ലക്ഷ്യം. ഒന്നുകിൽ മക്കളെ സ്വാലിഹീങ്ങളാക്കുക. ചെമ്മാടികളാണെന്ന് തോന്നിയാൽ 5 പൈസ പോലും ബാക്കി വെക്കാതെ മരിച്ചു പോകുന്നതാണ് നല്ലത്. നമ്മുടെ സമ്പാദ്യം ഒരു ഹറാമിന് വേണ്ടി അവർ ഉപയോഗിച്ചാൽ ഖബറിൽ നമ്മൾക്ക് സ്വസ്ഥത കിട്ടൂല, ഉറപ്പാണ്. അതിനു മുമ്പ് മക്കളെ സ്വാലിഹീങ്ങളാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വല്ലാഹു യതവല്ല സ്വാലിഹീൻ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയി. അപ്പോൾ ബൈത്തുൽ മാൽ സൂക്ഷിക്കുന്ന ഖജനാവുകാരൻ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ പഴയ ആഭരണം ഉണ്ടല്ലോ, അത് ഞാൻ ബൈത്തുൽ മാലിലേക്ക് വെച്ചിട്ടില്ല, ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ച് അത് നിങ്ങൾ എടുത്തോളൂ. ഭർത്താവ് മരിച്ചില്ലേ, അത് നിങ്ങൾ എടുത്തോളൂ. അപ്പോഴാണ് ആ ഭാര്യ പറഞ്ഞത്, ഫാത്തിമ പറഞ്ഞത്, ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അദ്ദേഹം പറഞ്ഞതനുസരിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ എന്റെ ഭർത്താവിനെ ഞാൻ അനുസരിക്കുക, ഭർത്താവ് മരിച്ചാൽ ഭർത്താവിനെ ധിക്കരിക്കുക. അങ്ങനെ ഒരു മോശപ്പെട്ട ഭാര്യയായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭർത്താവ് നാട്ടിലുണ്ടാകുമ്പോൾ നല്ല പെണ്ണ്, ഭർത്താവ് ഇല്ലെങ്കിൽ മോശപ്പെട്ട പെണ്ണ്. ഭർത്താവ് ഗൾഫിലുണ്ടാകുമ്പോൾ പിന്നെ തോന്നിവാസം, ഭർത്താവ് നാട്ടിലെത്തിയാൽ പിന്നെ സ്വാലിഹത്തായ പെണ്ണ്. ഇങ്ങനെ ഭർത്താവിനെ ധിക്കരിച്ച് തോന്നിവാസം ചെയ്യുന്ന പെണ്ണല്ല ഞാൻ. ആ സമ്പാദ്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിരസിച്ചു മഹദിയായ ഫാത്തിമ ബീവി. മഹദിയായ ഫാത്തിമ ബീവി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് നമ്മൾക്ക്. ആരാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്? മഹാനായ ഉമർ തങ്ങൾ രാത്രി ഇങ്ങനെ റോന്ത് ചുറ്റുമ്പോ ഒരു വീട്ടിൽ നിന്ന് സംഭാഷണം കേട്ടത് നമ്മൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഉമർ തങ്ങൾ ഇങ്ങനെ രാത്രി നടക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ വെളിച്ചം കണ്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ ഒരു ഉമ്മയും മകളും സംസാരിക്കാൻ. മോളെ, പാലിൽ വെള്ളം ചേർക്കണം മോളെ. ഉമ്മ, എന്താ നിങ്ങൾ പറയുന്നത്? പാലിൽ വെള്ളം ചേർക്കാനോ? അതേ, പാലിൽ വെള്ളം ചേർക്കണം, നമ്മൾക്ക് വിൽക്കാനായില്ലേ, നേരം വെളുക്കാനായില്ലേ? മകള് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ പറഞ്ഞിട്ടില്ലേ പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ലെന്ന്, അന്യായമായ പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്ന്. അതിനെ അമീറുൽ മുഅ്മിനീൻ എവിടെയാണെന്ന് മദീനയിലല്ലേ, പിന്നെ എന്തേ ചെയ്താൽ? അപ്പോഴാണ് ആ പെണ്ണ് പറഞ്ഞത്, ഉമ്മ, അമീറുൽ മുഅ്മിനീൻ മദീനയിലാണെങ്കിലും അല്ലാഹു നമ്മെ കാണുന്നുണ്ടല്ലോ. അല്ലാഹു ഹാളിരി, അല്ലാഹു നാളിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ. അല്ലാഹു എന്നെ കാണുന്നുണ്ടല്ലോ, അല്ലാഹു വീക്ഷിക്കുന്നുണ്ടല്ലോ. മഹാനായ ഉമർ തങ്ങൾ ആ ഒരു വീടിനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ ഒരു വീട് മാർക്ക് ചെയ്തിട്ട് വീട്ടിലേക്ക് പോയി. സുബഹിയുടെ ഉടനെ മക്കളെ വിളിച്ചിട്ട് മക്കളോട് പറഞ്ഞു, നല്ലൊരു ദീനിയായ സ്വാലിഹത്തായ പെണ്ണുണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ആളാരാ? കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ള ആള്? ഞാൻ വയസ്സായി,
എനിക്കിന് കല്യാണം കഴിക്കാൻ കഴിയില്ല, കല്യാണം കഴിക്കാനുള്ള ആഗ്രഹവുമില്ല. സ്വഹത്തായ ദീനീബോധമുള്ള ഒരു പെണ്ണുണ്ട്. അതാണ് പെണ്ണിന്റെ ക്വാളിറ്റി. ഉപ്പയുടെ സമ്പാദ്യമല്ല. പെണ്ണ് ഡോക്ടറാണോ എഞ്ചിനീയർ ആണോ എന്നല്ല, ആയിക്കോട്ടെ ആണ്ട എന്നുമല്ല. പെണ്ണ് ഡോക്ടറാവട്ടെ എഞ്ചിനീയർ ആവട്ടെ, പക്ഷെ അള്ളാഹുവിനെ പേടിയുള്ള ഡോക്ടറാവണം, അള്ളാഹുവിനെ പേടിയുള്ള സ്വാലിഹത്തായ എഞ്ചിനീയർ ആവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പെണ്ണിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് സ്വാലിഹത്തായ പെണ്ണാവണമെന്നാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉപ്പാ ഞാൻ കല്യാണം കഴിച്ചോളാം. ആ പെണ്ണിനെ കല്യാണം കഴിച്ചോ. അതിൽ നിന്നൊരു മകളുണ്ടായി. അതിൽ നിന്നുണ്ടായ മകനാണ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. 2.5 വർഷക്കാലം രാത്രി പക്ഷികളെ പോലെ കരയുമായിരുന്നു, വിറക്കുമായിരുന്നു. ആയത്തോതിയാൽ വിറക്കുമായിരുന്നു, പേടിച്ച് കരയുമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നുണ്ട്, പല രാത്രികളിലും ഞങ്ങൾ പേടിച്ചു പോയി, ഈ ഭർത്താവ് രാവിലേക്ക് മരിച്ചു പോകുമോ എന്ന് പല രാത്രികളിലും ഞങ്ങൾ പേടിച്ചു പോയിട്ടുണ്ട്. ഇവരെയാണ് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ പഠിക്കേണ്ടത്. ഇവരിൽ നിന്ന് ഇവരുടെ ചരിത്രം പഠിക്കുമ്പോ, ഇവരുടെ വാല് കേൾക്കുമ്പോ, പൊതുപ്രവർത്തകർ അന്യായമായി പൊതുമുതൽ ഉപയോഗിക്കാതെ, എന്തിനേറെ എല്ലാ ദിവസവും കുളിക്കാൻ ചൂടുവെള്ളം കൊണ്ടുവരുമായിരുന്നു. ഒരു ദിവസം ചൂടുവെള്ളം കൊണ്ടുവരുന്ന സേവകനോട് ചോദിച്ചു, ഇതെവിടെ നിന്നാണ് ചൂടാക്കുന്നത്? പൊതുജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന അടുപ്പത്ത് വെച്ചാണോ? അതാണോ വിറക് കൊള്ളി? അതെ. എത്ര ദിവസമായത് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് എണ്ണി നോക്കി. ഒരു വെള്ളം ചൂടാവാൻ എത്ര വിറക് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അത്രയും ദിവസത്തെ വിറക് ബൈത്തുൽ മാലിൽ വെച്ചു. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന അടുപ്പത്ത് വെച്ച് ഞാൻ കുളിക്കുന്ന വെള്ളം ചൂടാക്കരുത്. ഒരു ദിവസം അദ്ദേഹം, ശക്തമായ ചൂടാണ്, നമ്മുടെയൊക്കെ സൗകര്യം നമ്മൾ ആലോചിക്കണം നിങ്ങളെ. സ്വിച്ചിട്ട തിരിയുന്ന ഫാനാണ്. ചൂട് ആ മരുഭൂമിയിൽ വീട്ടിൽ കടന്നുറങ്ങുമ്പോൾ ചൂട് സഹിക്കാൻ കഴിയാതെ അടിമ സ്ത്രീയെ വിളിച്ചിട്ടൊന്ന് വീശാൻ പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ വീശി. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾക്കൊരു സ്വസ്ഥതയോടെ കടന്നുറങ്ങാൻ പറ്റൂലല്ലോ. കല്യാണമൊക്കെ കഴിഞ്ഞു, നിങ്ങൾ ആലോചിച്ച് നോക്കണം. കല്യാണം കഴിഞ്ഞു, ആദ്യ രാത്രിയാണ്, നല്ല ചൂടുള്ള സമയമാണ്, ഫാനില്ല, AC ഇല്ല. ഒരാൾ വന്നിട്ട് വീശി തരാന്ന് പറഞ്ഞാൽ പറ്റുമോ? ആദ്യ രാത്രികളിലൊക്കെ ഒറ്റയ്ക്കാണെങ്കിലൊക്കെ. ഇതൊക്കെ സഹിച്ചിട്ട് അവരൊക്കെ ജീവിച്ചത്. എന്നിട്ട് അടിമ സ്ത്രീ ഇങ്ങനെ വീശിക്കൊടുത്തു. അദ്ദേഹം അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കുമ്പോ അടിമ സ്ത്രീ താഴെ കിടന്നുറങ്ങുന്നുണ്ട്, വിയർത്ത് കുളിക്കാൻ. ആ വിഷറി എടുത്തിട്ട് അടിമ സ്ത്രീക്ക് ഇങ്ങനെ വീശിക്കൊടുത്തു. രാജാവാണ് ഇദ്ദേഹം, ഒരു ഉത്തരവാദപ്പെട്ട ഭരണാധികാരിയാണ്. അടിമ സ്ത്രീക്ക് ഇങ്ങനെ വിഷറി കൊടുത്തു. കാറ്റ്, തണുത്ത കാറ്റ് വരാൻ തുടങ്ങിയപ്പോ അടിമ സ്ത്രീ കണ്ണു തുറന്നു. പേടിച്ചേ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒന്നുമില്ല, ഞാൻ വിയർത്തപ്പോ നീ എനിക്ക് വീശി തന്നു, നീ വിയർത്തപ്പോ ഞാൻ എനിക്ക് വീശി തന്നു. ആലോചിക്കണം. ഭരണാധികാരി പള്ളിയിലൂടെ നടന്നു പോകുമ്പോ അവിടെ ഇരിക്കുന്ന ഒരാളുടെ കാലിങ്ങനെ ചവിട്ടിപ്പോയി. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. ആരോട്? പള്ളി സെക്രട്ടറിയുടെ അങ്ങ് ഭ്രാന്താന്ന് ചോദിച്ചാൽ പിന്നെ പിറ്റേ ദിവസം കൊട്ടേഷൻ ഇടൂലേ? അല്ലേ? രാജാവാണ്, പള്ളി സെക്രട്ടറി അല്ല. 20ഓളം രാജ്യങ്ങളെ ഭരിക്കുന്ന രാജാവാണ്. നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അപ്പൊ കുറച്ചാളുകൾ വന്നിട്ട് പോയി, നിങ്ങളൊന്ന് ഒരു വാക്ക് പറഞ്ഞാൽ അയാളെ ഞങ്ങൾ ശരിയായിക്കോളാം. എന്തപ്പോ അയാളെ ശരിയാക്കാൻ? എന്താ ഇവിടെ ശരിയാക്കാൻ മാത്രം? എന്താ ഇവിടെ പ്രശ്നം? അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. തീർന്നില്ലേ? പ്രശ്നം കഴിഞ്ഞില്ലേ? അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. പ്രശ്നം കഴിഞ്ഞു. പിന്നെ എന്നാ അയാളോട് ദേഷ്യപ്പെടുന്നത്? മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നബി തങ്ങളെ മുദമ്മം, നിന്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കാ മുശ്രിക്കുകളെ പരിഹസിക്കുമായിരുന്നു. പൊതുപ്രവർത്തകർ മാങ്ങയുള്ള മൂച്ചിയിലേക്ക് ആളുകൾ കല്ലെറിയുള്ളൂ, മാങ്ങയുള്ള മരത്തിലേക്ക് ആളുകൾ കല്ലെറിയുള്ളൂ. പൊതുപ്രവർത്തകർക്ക് പല ആക്ഷേപങ്ങൾ കേൾക്കും, പല വെല്ലുവിളികൾ ഉണ്ടാവും. അത് കേൾക്കുമ്പോൾ പടച്ചോനെ ഇനി ഞാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഉറങ്ങണ്ട. അതൊക്കെ സ്വാഭാവികമാണ്. പൊതുപ്രവർത്തകർ പലതും കേൾക്കും, ബ്ലാക്ക് മെയിൽ ചെയ്യും, ചോദ്യം ചെയ്യും, ഇൻസൾട്ട് ചെയ്യും. ഇതൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇറങ്ങേണ്ടത്. അല്ലാതെ തരയടങ്ങിയിട്ട് മീൻ പിടിക്കാൻ പോകാന്ന് വിചാരിച്ചാല് തരയടങ്ങലുണ്ടാവൂല, മീനിന്റെ കറി കൂട്ടലുണ്ട്. തൽക്കാലം ബീഫിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, മീൻ കിട്ടലുണ്ടാവില്ല. തരയടങ്ങോ? കടലിൽ തരയടങ്ങോ? അതുണ്ടാവൂല, അത് സ്വാഭാവികമാണ്. നബി തങ്ങൾ പുറത്തിറങ്ങിയാൽ മുദമ്മം, മജ്നൂൻ, ഭ്രാന്തൻ, കള്ളൻ, മജീഷ്യൻ, അതേപോലെ നിന്യൻ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. നബികള് ഇതൊക്കെ കേട്ടിട്ടാണ് ആയിഷ ബിവിയുടെ അടുത്ത് പോകുന്നത്, ഭാര്യമാരുടെ അടുത്ത് പോകുന്നത്. ഇതൊക്കെ കേട്ടിട്ട് വിഷമത്തോടെ പോയി വീട്ടിൽ ഇങ്ങനെ ദുഃഖിച്ച് കിന്നനായിരുന്നതാണോ? അല്ല. വീട്ടിലെത്തിയിട്ട് ഭാര്യമാരോട് പറയും, നിങ്ങൾക്ക് കാണുന്നില്ലേ, ഇന്നല്ലാഹ യസ്രിഫു സബ്ബ ഖുറൈശ്, ഖുറൈശികൾ എന്നെ ചീത്ത പറയുന്നത് അള്ളാഹു മറ്റൊരാളിലേക്ക് തട്ടിമാറ്റുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഭാര്യമാർ ചോദിച്ചു, അതെന്ത്? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അവർ യസുബ്ബൂന മുദമ്മമൻ,
അവര് പരിഹസിക്കുന്നത് മുദമ്മമിനെയാണ്. വഅന മുഹമ്മദു, എന്റെ പേര് മുഹമ്മദ് എന്നാണ്. മുദമ്മമൻ ആബൈനാ വദീനഹു ഖാലൈനാ വഅംറഹു ആസൈനാ. മുദമ്മമേ, നിന്റെ മതത്തെ ഞങ്ങൾ സ്വീകരിക്കൂല, നിന്റെ കൽപ്പനകളെ ഞങ്ങൾ ധിക്കരിക്കുകയാണെന്ന് പറഞ്ഞ് മുദമ്മം എന്ന് വിളിച്ച് പരിഹസിച്ചപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നത്. എത്ര മനോഹരമായിട്ടാണ് അള്ളാഹുവിന്റെ ഹബീബിനെ ഡൈവേർട്ട് ചെയ്യുന്നത്. അവര് പരിഹസിക്കുന്നതിനെ അള്ളാഹു മറ്റൊരാളിലേക്ക് തിരിച്ചുവിടുന്നത് കാണുന്നില്ലേ? യസുബ്ബൂന മുദമ്മമൻ വഅന മുഹമ്മദു. അവര് പരിഹസിക്കുന്നത് മുദമ്മമിനെയാണ്, എന്റെ പേര് മുഹമ്മദിനെയാണ്. അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുന്നത് കാണുന്നില്ലേ? ഇങ്ങനെയുള്ള പരിഹാസങ്ങളെ പോസിറ്റീവായ രീതിയിൽ കണ്ടുകൊണ്ട് സമുദായത്തിലേക്ക് ഇറങ്ങി പൊതുമുതൽ അപായപ്പെടുത്താതെ ജനങ്ങൾക്ക് മാക്സിമം നന്മ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ നന്മയാണോ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ ടിപ്പു സുൽത്താനെയും സലാഹുദ്ദീൻ അയ്യൂബിയെയും മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനെയും മാതൃകയാക്കി ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ദിവസങ്ങൾ ചെലവഴിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കട്ടെ.